വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകളിലേക്ക് ആദ്യം. ദക്ഷിണ കൊറിയൻ വിമാനാപകടത്തിൽ മരണസംഖ്യ ഉയരുന്നു. ജീവൻ പൊലിഞ്ഞത് 120 പേർക്ക്. അപകടം മുവാൻ വിമാനത്താവളത്തിലെ റൺവേയിൽ നിന്നും തെന്നിമാറി തൊട്ടടുത്ത മതിലിൽ വിമാനമിടിച്ചു. വിമാനത്തിൽ ഉണ്ടായിരുന്നത് 181 പേർ. മകനെതിരായ കഞ്ചാവ് കേസിൽ യു പ്രതിഭ MLAയുടെ വാദം തള്ളി പോലീസ് എഫ്ഐആർ. മകൻ കനിവ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തത് കഞ്ചാവ് കൈവശം വച്ചതിനും ഉപയോഗിച്ചതിനുമെന്ന് എഫ്ഐആർ. MLAയുടെ മകന് കേസിൽ 9ാം പ്രതിസ്ഥാനം. പാലക്കാട് CPMന് പിന്നാലെ ഡിവൈഎഫ്ഐയിലും വിമതരുടെ പിടിമുറുക്കം. ചിറ്റൂരിൽ കൺവെൻഷനുമായി വിമതർ. CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ മുതിർന്ന നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനം. ക്യാൻസറിനോട് പോരാടുന്നതിൽ വലിയ നേട്ടം ആയുഷ്മാൻ ഭാരത് കൈവരിച്ചെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മലേറിയ നിയന്ത്രണത്തിലും വലിയ മുന്നേറ്റം. രാജ്യത്തിന്റെ വഴികാട്ടിയാണ് ഭരണഘടനയെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. 3 മാസത്തെ ചെലവുകൾക്കായി 7000 കോടി രൂപ കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ധൂർത്ത് തുടരുന്നു. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ചെയർമാന് കാർ വാങ്ങാൻ 30 ലക്ഷം അനുവദിച്ച മന്ത്രിസഭാ യോഗം. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ പുതിയ വഴിത്തിരിവ്. ബത്തേരി അർബൻ ബാങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉറപ്പ് നൽകി പണം വാങ്ങിയ കരാർ പുറത്ത്. രേഖയിൽ കോൺഗ്രസ് MLA IC ബാലകൃഷ്ണന്റെ പേരും. മെൽബൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ തിരിച്ചടിച്ച ഇന്ത്യ. 2ാം ഇന്നിംഗ്സിൽ ഓസീസിന് 9 വിക്കറ്റ് നഷ്ടം. ബുംറയ്ക്ക് ടെസ്റ്റ് ക്രിക്കറ്റിൽ 200 വിക്കറ്റ്. ചെസ്സിൽ വീണ്ടും ഇന്ത്യയുടെ തേരോട്ടം. ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം കൊനേരു ഹംപിക്ക്. വിശദമായ വാർത്തകളിലേക്ക്. ദക്ഷിണ കൊറിയയിൽ വിമാനാപകടത്തിൽ 120 മരണം. മുവാൻ വിമാനത്താവളത്തിലായിരുന്നു അപകടം നടന്നത്. റൺവേയിൽ നിന്നും തെന്നിമാറിയ വിമാനം തൊട്ടടുത്ത മതിലിൽ ഇടിക്കുകയായിരുന്നു. 175 യാത്രക്കാരും 6 ജീവനക്കാരുമായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അർബുദത്തോട് പോരാടുന്നതിൽ വലിയ നേട്ടമാണ് ആയുഷ്മാൻ ഭാരത് കൈവരിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ക്യാൻസർ ചികിത്സ വേഗത്തിൽ ആരംഭിക്കുന്നതിൽ ഭാരതം മുന്നേറി. ആയുഷ്മാൻ ഭാരത് യോജന 90% രോഗികൾക്കും ചികിത്സാ സഹായമേകി. മലേറിയ നിയന്ത്രണത്തിൽ രാജ്യം വലിയ രീതിയിൽ മുന്നേറി. 2015 മുതൽ 2023 വരെ മലേറിയ കേസുകളിൽ 80%-ലേറെ കുറവാണ് ഉണ്ടായതെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ചൂണ്ടിക്കാട്ടി. मलेरिया की मॉनिटरिंग के लिए जन भागीदारी काफी सफल रही है। नुक्कड़ नाटक और रेडियो के जरिए ऐसे संदेशों पर जोर दिया गया जिससे मच्छरों की ब्रीडिंग कम करने में काफी मदद मिली है। देश भर में ऐसे प्रयासों से ही हम मलेरिया के खिलाफ जंग को और तेजी से आगे बढ़ा पाए हैं। साथियों, अपनी जागरूकता और संकल्प शक्ति से हम क्या कुछ हासिल कर सकते हैं, इसका दूसरा उदाहरण है कैंसर से लड़ाई। दुनिया के मशहूर मेडिकल जर्नल लैंसेट की स्टडी वाकई बहुत उम्मीद बढ़ाने वाली है। इस जर्नल के मुताबिक अब भारत में समय पर कैंसर का इलाज शुरू होने की संभावना काफी बढ़ गई है।
समय पर इलाज का मतलब है कैंसर मरीज का ट्रीटमेंट 30 दिनों के भीतर ही शुरू हो जाना। और इसमें बड़ी भूमिका निभाई है आयुष्मान भारत योजना ने। इस योजना की वजह से कैंसर के 90% मरीज समय पर अपना इलाज शुरू करा पाए हैं। യുപ്രതിഭ എംഎൽഎയുടെ വാദം തള്ളി പോലീസ് എഫ്ഐആർ. കനിവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തത് കഞ്ചാവ് കൈവശം വച്ചതിനും ഉപയോഗിച്ചതിനുമെന്ന് എഫ്ഐആറിൽ രേഖ. കേസിൽ 9ാം പ്രതിയാണ് യുപ്രതിഭ എംഎൽഎയുടെ മകൻ കനിവ്. മാധ്യമങ്ങൾ കള്ളവാർത്ത നൽകിയെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നുമായിരുന്നു എംഎൽഎയുടെ വാദം. നിഷ ദിലീപ് വിവരങ്ങളുമായി ചേരുന്നു. നിഷ, ഇന്നലെ കനിവ് പിടിയിലായി എന്ന വാർത്ത മാധ്യമങ്ങളിൽ വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് വ്യാജ വാർത്തയാണെന്നും ഇതിനെതിരെ നിയമ നടപടി എടുക്കും അല്ലെങ്കിൽ നിയമ നടപടിക്ക് പോകുമെന്നുമായിരുന്നു എംഎൽഎയുടെ വാദം. ഇപ്പോൾ എഫ്ഐആറിൽ പോലീസ് രേഖകളിൽ മാധ്യമങ്ങൾ പറയുന്നത് ശരിയെന്ന് തെളിഞ്ഞിരിക്കുന്നു. മകനെതിരായ കഞ്ചാവ് കേസ് വന്ന സമയത്ത് ഇന്നലെ യുപ്രതിഭ ഉന്നയിച്ച വാദങ്ങൾ മാധ്യമങ്ങളടക്കം തനിക്കെതിരായി വ്യാജ പ്രചരണം നടത്തുന്നു എന്ന യുപ്രതിഭ ഫേസ്ബുക്ക് ലൈവിൽ വന്ന് പ്രതികരിച്ചിരുന്നു. മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ പ്രതിഭയുടെ വാദങ്ങളെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ എഫ്ഐആർ പുറത്തു വന്നിരിക്കുന്നത്. ഈ കഞ്ചാവ് കൈവശം വെച്ചതിനും ഉപയോഗിച്ചതിനുമാണ് യുപ്രതിഭയുടെ മകൻ കനിവ് ഉൾപ്പെടെയുള്ള 9 പേർക്കെതിരെ പോലീസ് എക്സൈസിന്റെ എഫ്ഐആർ പുറത്തു വന്നിരിക്കുന്നത്. കനിവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തത് കഞ്ചാവ് കൈവശം വെച്ചതിനും ഉപയോഗിച്ചതിനുമാണ് എന്ന് എഫ്ഐആറിൽ കൃത്യമായി പറയുന്നുണ്ട്. യുപ്രതിഭയുടെ മകനെ 9ാം പ്രതിയാക്കി ചേർത്താണ് കേസെടുത്തിട്ടുള്ളത്. സംഘത്തിന്റെ പക്കൽ നിന്നും 3 ഗ്രാം കഞ്ചാവ് കലർന്ന പുകയില മിശ്രിതം, ഒപ്പം തന്നെ പള്ളഭാഗത്ത് ദ്വാരമുള്ള പ്ലാസ്റ്റിക് കുപ്പി, പച്ച പപ്പായ തണ്ട് എന്നിവ പിടിച്ചെടുത്തെന്നും എഫ്ഐആറിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മകനെതിരെയുള്ളത് വ്യാജ വാർത്തയാണെന്ന വിശദീകരണവുമായിരുന്നു ഇന്നലെ മാധ്യമങ്ങളെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് കായംകുളം എംഎൽഎ യുപ്രതിഭ ഫേസ്ബുക്ക് ലൈവിൽ വന്നത്. യുപ്രതിഭയുടെ ഫേസ്ബുക്ക് ലൈവിന് താഴെ സഖാക്കളായ നിരവധി ആളുകൾ അവർക്ക് സപ്പോർട്ടുമായി വന്നിരുന്നു. എന്നാൽ ഇതിനെയൊക്കെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ എഫ്ഐആർ പുറത്തു വന്നിരിക്കുന്നത്. യുപ്രതിഭയുടെ മകൻ കനിവ് അടക്കമുള്ള ആളുകൾ കഞ്ചാവ് കൈവശം വെച്ചതിനും ഉപയോഗിച്ചതിനുമാണ് കേസ് എടുത്തിട്ടുള്ളത്. ഇന്നലെ തകഴിയിലെ പുലിമുഖം പാലത്തിന് സമീപം നിന്നാണ് യുപ്രതിഭയുടെ മകൻ കനിവിനെയും ഒപ്പം ഉണ്ടായിരുന്ന 8 സുഹൃത്തുക്കളെയും കുട്ടനാട് എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും യുപ്രതിഭ ഇന്നലെ ഇതൊക്കെ പച്ചക്കള്ളമാണ്, തനിക്കെതിരായി മാധ്യമങ്ങൾ വീണ്ടും സൃഷ്ടിക്കുന്ന വ്യാജ വാർത്തയാണ്, തന്റെ മാംസം കുത്തിക്കീറാൻ ആഗ്രഹിക്കുന്ന ചില മാധ്യമ പ്രവർത്തകർ ആലപ്പുഴയിലുണ്ട്, അവരാണ് ഈ വ്യാജ വാർത്തയ്ക്ക് പിന്നിലെന്നൊക്കെയായിരുന്നു ഫേസ്ബുക്ക് ലൈവിൽ വന്ന മാധ്യമങ്ങളെ യുപ്രതിഭ അടച്ചാക്ഷേപിച്ചത്. എന്തായാലും യുപ്രതിഭയുടെ വാദങ്ങളെല്ലാം കള്ളമാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് മകനെതിരായി കഞ്ചാവ് കൈവശം വെച്ചതിനും ഉപയോഗിച്ചതിനും കേസെടുത്തുകൊണ്ടുള്ള എഫ്ഐആർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അനു. ശരി നിഷ. പാലക്കാട് CPMൽ കലാപം പുറപ്പെട്ടതിന് പിന്നാലെ ഡിവൈഎഫ്ഐയിലും വിമതർ പിടിമുറുക്കുന്നു. സമാന്തര യൂത്ത് സെന്ററിന് പിന്നാലെ ചിറ്റൂരിൽ കൺവെൻഷനുമായി വിമതർ. കൊഴിഞ്ഞാമ്പാറയിൽ റാലി ഉൾപ്പെടെ സംഘടിപ്പിച്ചാണ് കൺവെൻഷൻ. മേഖലാ സെക്രട്ടറി S. സദാം ഹുസൈൻ, പ്രസിഡന്റ് K. മനോജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കൺവെൻഷൻ. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ പരിധിയിലേക്ക്. കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള ബത്തേരി അർബൻ സഹകരണ ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട കരാർ പുറത്തുവന്നിരുന്നു. IC ബാലകൃഷ്ണൻ MLAക്ക് പണം വാങ്ങി നൽകി എന്ന് കാണിച്ച് വിജയൻ KPCC പ്രസിഡന്റിന് അയച്ച കത്താണ് പുറത്തായത്. 5 വർഷം മുൻപുള്ള കരാർ രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. DCC ട്രഷററുടെയും മകന്റെയും ആത്മഹത്യയുടെ കരാർ രേഖ സജീവ ചർച്ചാ വിഷയമാവുകയാണ്. ഉദ്യോഗാർത്ഥിയുടെ പിതാവിൽ നിന്ന് 30 ലക്ഷം വാങ്ങി ബാങ്കിൽ നിയമനം നൽകാമെന്നാണ് കരാറിൽ പറഞ്ഞിരിക്കുന്നത്. IC ബാലകൃഷ്ണൻ അടക്കം ഇതിൽ പങ്കുണ്ടെന്ന ആരോപണം ഉയരുകയും ചെയ്തു. തട്ടിപ്പിലൂടെ പണമുണ്ടാക്കിയ നേതാക്കൾ NM വിജയനെ ബലിയാടാക്കുകയായിരുന്നു എന്നാണ് പ്രധാന ആരോപണം. ആത്മഹത്യ അന്വേഷിക്കുന്ന പോലീസിന്റെ അന്വേഷണ പരിധിയിൽ ഈ സാമ്പത്തിക ക്രമക്കേടും ഉൾപ്പെടും. ബത്തേരി DYSPക്കാണ് അന്വേഷണ ചുമതല. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് IC ബാലകൃഷ്ണൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് DCC ട്രഷററായിരുന്ന NM വിജയനും 38 വയസ്സുകാരനായ മകനും ആത്മഹത്യ ചെയ്തത്. ജനം, വയനാട്. സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ 3 മാസത്തെ ചെലവുകൾക്കായി സംസ്ഥാന സർക്കാർ 7000 കോടി രൂപ കൂടി കടമെടുക്കുന്നു. KSEBയുടെ ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് സംസ്ഥാനം കടപരിധി വർദ്ധിപ്പിക്കുന്നത്. അതേസമയം വൈദ്യുതി ബോർഡിന്റെ ബാധ്യത ധനവകുപ്പ് ഏറ്റെടുക്കുന്നതോടെ KSEBയുടെ നിരക്ക് വർധനവിന്റെ സാങ്കേതികത നഷ്ടമാകും.
91% കടബാധ്യതയാണ് KSEBയുടേത് ഈ വർഷം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത്. ഇതിലൂടെ സംസ്ഥാന സർക്കാരിന് 6250 കോടി രൂപ കടമെടുക്കാൻ സാധിക്കും. സാമ്പത്തിക വർഷം അവസാനിക്കാൻ 3 മാസം മാത്രം ബാക്കി നിൽക്കെ നിലവിലെ പ്രതിസന്ധി മറികടക്കാനാണ് 3 മാസത്തെ ആവശ്യങ്ങൾക്കായി സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നത്. നിലവിൽ കടപരിധിക്കുള്ളിൽ നിന്നും സംസ്ഥാന സർക്കാരിന് വായ്പ എടുക്കാൻ സാധിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് KSEBയുടെ ബാധ്യത കൂടി ഏറ്റെടുത്തുകൊണ്ട് അധിക തുക കടമെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തി സംസ്ഥാന സർക്കാർ KSEBയുടെ ബാധ്യത ഏറ്റെടുത്തതായി കാണിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിട്ടുണ്ട്. അതേസമയം KSEBയുടെ ഇതേ നഷ്ടത്തെ ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ മാസം റെഗുലേറ്ററി കമ്മീഷന്റെ മുന്നാകെ ശുപാർശ നൽകി സംസ്ഥാനത്ത് വൈദ്യുതിയുടെ നിരക്ക് വർദ്ധിപ്പിച്ചത്. എന്നാൽ ബാധ്യത സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തതോടെ നിരക്ക് വർധനവ് സാങ്കേതികപരമായി നിലനിൽക്കില്ല. സംസ്ഥാനത്തെ ധനപ്രതിസന്ധി പരിഹരിക്കാനായി കണ്ടെത്തിയ മാർഗം KSEBയെ പ്രതികൂലമായി ബാധിക്കും. ജനം, തിരുവനന്തപുരം. ധനപ്രതിസന്ധിക്കിടയിലും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാന് പുതിയ കാർ വാങ്ങാൻ പണം അനുവദിച്ച സർക്കാർ. ധനവകുപ്പിന്റെ എതിർപ്പ് മറികടന്ന് 30 ലക്ഷം രൂപ അനുവദിച്ചത് മുഖ്യമന്ത്രിയുടെ പ്രത്യേക താൽപര്യപ്രകാരം. 1 ലക്ഷം കിലോമീറ്റർ മാത്രം ഓടിയ വാഹനം മാറ്റേണ്ടതില്ലെന്നായിരുന്നു ധനവകുപ്പിന്റെ നിലപാട്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാന് പുതിയ കാർ വാങ്ങാൻ ധനവകുപ്പിന്റെ എതിർപ്പ് മറികടന്ന് 30,37,736 രൂപ അനുവദിച്ചത്. ചെയർമാൻ നിലവിൽ ഉപയോഗിക്കുന്ന 2017 മോഡൽ ഇന്നോവ ക്രിസ്റ്റ കാർ ആകെ ഓടിയത് 1,05,000 കിലോമീറ്റർ മാത്രം. ഈ സാഹചര്യത്തിൽ വാഹനം മാറ്റേണ്ടതില്ലെന്നായിരുന്നു ധനവകുപ്പ് നിലപാട്. എന്നാൽ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി പ്രത്യേക താൽപര്യം പ്രകടിപ്പിച്ചതോടെ ധനവകുപ്പ് നിലപാട് മാറ്റി. പണം അനുവദിച്ചുള്ള സർക്കാർ ഉത്തരവ് പുറത്തു വന്നു. ടയോട്ട ഇന്നോവ ഹൈക്രോസ് ഫുൾ ഓപ്ഷൻ കാർ വാങ്ങുന്നതിന് പണം അനുവദിക്കുന്നുവെന്നാണ് ഉത്തരവിൽ പറയുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തുടരുന്നതിനിടെയാണ് 1 ലക്ഷം കിലോമീറ്റർ മാത്രം ഓടിയ കാർ മാറ്റുന്നതെന്നതാണ് വിചിത്രം. നിലവിലത്തെ വാഹനത്തിന് തുടർച്ചയായി തകരാറുകൾ ഉണ്ടാകുന്നെന്നും അറ്റകുറ്റപ്പണികൾ വേണ്ടിവരുന്നതായും ചെയർമാൻ അറിയിച്ചതായി സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് ചെയ്തുവെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. ധനപ്രതിസന്ധി മൂലം ട്രഷറി നിയന്ത്രണമടക്കം നിലനിൽക്കുമ്പോഴാണ് പുതിയ കാർ വാങ്ങൽ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ജനം, തിരുവനന്തപുരം. മൻമോഹൻ സിംഗ് സ്മാരക വിഷയത്തിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ. മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ രാജ്യം മുഴുവൻ ദുഃഖിക്കുമ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ് കോൺഗ്രസ് എന്ന് JP നദ്ദ വിമർശിച്ചു. അതേസമയം കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ച് മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ മകളും രംഗത്തെത്തി. മൻമോഹൻ സിംഗിന്റെ മരണത്തെ തുടർന്ന് രൂപപ്പെട്ട വിവാദങ്ങളോട് പ്രതികരിക്കവെയാണ് JP നദ്ദ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ചത്. മൻമോഹൻ സിംഗിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പിനാണ് രാഹുലും മല്ലികാർജുൻ ഖാർഗെയും ശ്രമിക്കുന്നതെന്ന് നദ്ദ കുറ്റപ്പെടുത്തി. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ സോണിയയെ UPAയുടെ ചെയർപേഴ്സണാക്കി പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ അന്തസത്ത കളങ്കപ്പെടുത്തി. മൻമോഹൻ സിംഗ് സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസ് കീറിയെറിഞ്ഞ രാഹുൽ അദ്ദേഹത്തെ പരസ്യമായി അപമാനിച്ച സംഭവവും JP നദ്ദ ചൂണ്ടിക്കാട്ടി. ये वही कांग्रेस है जिसने PM मनमोहन सिंह जी को के ऊपर सुपर PM के रूप में मैडम सोनिया गांधी जी को बिठा करके PM पद की गरिमा को धूमिल किया, उसे नीचा दिखाया. यही नहीं, PM मनमोहन सिंह जी का अपमान जिस तरह से राहुल गांधी ने अध्यादेश ऑर्डिनेंस को फाड़ करके किया था, इसकी कोई दूसरी मिसाल नहीं दिखने को मिलती. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മുൻ രാഷ്ട്രപതിയുമായിരുന്ന പ്രണബ് മുഖർജിയുടെ മകൾ ഷർമിസ്ത മുഖർജിയും കോൺഗ്രസിനെ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. തന്റെ പിതാവ് മരണപ്പെട്ടപ്പോൾ ഒരു അനുശോചന യോഗം പോലും ചേരാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി തയ്യാറായില്ലെന്ന് ഷർമിസ്ത പറഞ്ഞു. നെഹ്റു കുടുംബത്തിന് പുറത്തു നിന്നുള്ള ഒരു കോൺഗ്രസ് പ്രധാനമന്ത്രിക്കും അർഹമായ പ്രാധാന്യം കോൺഗ്രസ് നൽകിയിട്ടില്ലെന്ന് BJP വിമർശിക്കുന്നു. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ദുരൂഹ മരണവും PV നരസിംഹറാവുവിന്റെ ഭൗതികദേഹം ഡൽഹിയിൽ സംസ്കരിക്കാൻ സോണിയാഗാന്ധി അനുവദിക്കാതിരുന്നതും മൻമോഹനെ റിമോട്ട് കൺട്രോൾ പ്രധാനമന്ത്രിയാക്കി അപമാനിച്ചതുമെല്ലാം BJP ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ജനം, ഡൽഹി. മാസപ്പടി കേസിൽ എക്സാലോജിക്കിനെ കേന്ദ്രീകരിച്ച് ED അന്വേഷണം തുടരുന്നു. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ഡിജിറ്റൽ രേഖകളുടെ പരിശോധന പൂർത്തിയായി. CMRL എക്സാലോജിക് ഇടപാടിൽ സുതാര്യമല്ലാത്ത നിരവധി സാമ്പത്തിക ഇടപാടുകൾ നടന്നതായിട്ടാണ് EDയുടെ പ്രാഥമിക വിലയിരുത്തൽ. വൈകാതെ മാസപ്പടി കേസിലെ ED പ്രാഥമിക റിപ്പോർട്ടും തയ്യാറാകും. CMRLനെ കേന്ദ്രീകരിച്ച് ആരംഭിച്ച ED അന്വേഷണമാണ് എക്സാലോജിക്കിലേക്കും എത്തിയിട്ടുള്ളത്. CMRLുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണവും വിവരശേഖരണവും പൂർത്തിയാക്കിയതിനൊപ്പം കമ്പനി MDയെയും ED കൊച്ചി യൂണിറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ മണിക്കൂറുകൾ ചോദ്യം ചെയ്തിരുന്നു. വീട്ടിൽ നിന്നും ഓഫീസിൽ നിന്നുമായി കണ്ടെടുത്ത ഡിജിറ്റൽ രേഖകളുടെ പരിശോധനയാണ് പൂർത്തിയാക്കിയത്. ഇതിനൊപ്പം പേപ്പർ രേഖകളും പരിശോധിച്ചിട്ടുണ്ട്.
ഇതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സലോജിക്കിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നീങ്ങിയത്. കള്ളപ്പണം വെളുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നാണ് ഇ.ഡി. അന്വേഷിക്കുന്നത്. CMRLന്റെ 135 കോടിയുടെ സാമ്പത്തിക ഇടപാടുകളിലാണ് ഇ.ഡി. അന്വേഷണം തുടങ്ങിയത്. എക്സലോജിക്കിന് CMRL കൈമാറിയത് 1,72 ലക്ഷം രൂപയായിരുന്നു. ഇതേ രീതിയിൽ IT സേവനത്തിന്റെ പേരിൽ മറ്റ് 12 കമ്പനികൾ കൂടി എക്സലോജിക്കിന് പണം കൈമാറിയിരുന്നു. ഇതിലെ ദുരൂഹതകൾ ഇ.ഡിയും അന്വേഷിക്കുന്നുണ്ട്. CMRL 103 കോടി രൂപയുടെ കള്ളക്കണക്കുകൾ കാണിച്ചതായി ROC ആദായനികുതി വകുപ്പ് അന്വേഷണങ്ങളിൽ വ്യക്തമായിരുന്നു. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. ക്ഷേമ പെൻഷൻ തട്ടിപ്പുകാരെ സംരക്ഷിച്ച സർക്കാർ. അനർഹമായി പെൻഷൻ കൈപ്പറ്റിയ ജീവനക്കാരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടാനാകില്ലെന്ന വിവരാവകാശ മറുപടി. വിവിധ വകുപ്പുകളിലായി ഇതുവരെ നടപടിയെടുത്തത് വിരലിലെണ്ണാവുന്നവർക്കെതിരെ മാത്രം. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ ഉൾപ്പെട്ട 1457 സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ തേടി വിവരാവകാശ നിയമപ്രകാരം നൽകിയ കത്തിലാണ് ഈ വിവരങ്ങൾ നൽകാൻ കഴിയില്ലെന്ന് ധനവകുപ്പ് മറുപടി നൽകിയിരിക്കുന്നത്. ജീവനക്കാർക്കെതിരായ അച്ചടക്ക നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ലാത്തതിനാലും വ്യക്തിഗത വിവരങ്ങളുമായി ബന്ധപ്പെട്ടതിനാലും ഈ വിവരങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കില്ലെന്നതാണ് സർക്കാർ നൽകുന്ന മറുപടി. നിയമവിരുദ്ധമായി ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തുവെന്ന ഗുരുതര കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവരെയാണ് സർക്കാർ പൊതിഞ്ഞുപിടിക്കുന്നത്. വിവിധ വകുപ്പുകളിലെ തട്ടിപ്പുകാരിൽ കുറച്ചു പേർക്കെതിരെ മാത്രമാണ് വകുപ്പ് തല നടപടികൾ പോലും ഉണ്ടായത്. സസ്പെൻഷൻ നടപടി നേരിട്ടവരിൽ ഭൂരിഭാഗവും താൽക്കാലികക്കാരും താഴെത്തട്ടിലുള്ള ജീവനക്കാരുമാണ്. ആരോഗ്യവകുപ്പിലെ 373 ജീവനക്കാർക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഇതും പ്രഹസനമാകാനാണ് സാധ്യത. ഉജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. മുനമ്പം ജനതയ്ക്കെതിരായ വഖഫ് ബോർഡ് പ്രചാരണങ്ങൾ ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ തുറന്നു കാട്ടാനൊരുങ്ങി സമരസമിതി. ജനുവരി 4-ന് ജുഡീഷ്യൽ കമ്മീഷൻ മുനമ്പത്തെത്തുമ്പോൾ പരമാവധി വീടുകളും സാഹചര്യവും നേരിട്ട് കാണിക്കാൻ ഒരുങ്ങുകയാണ് സമരസമിതി. റിസോർട്ട് മാഫിയയാണ് സമരത്തിന് പിന്നിലെന്ന വ്യാജ പ്രചരണമാണ് ആസൂത്രിതമായി നടത്തുന്നത്. നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ജനുവരി 4-നാണ് മുനമ്പം സന്ദർശിക്കുക. മുനമ്പം സന്ദർശിച്ച് ജനങ്ങളെ കേൾക്കുമെന്ന് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ അറിയിക്കുകയും ചെയ്തിരുന്നു. മുനമ്പത്തെ സമരത്തിന് പിന്നിൽ റിസോർട്ട് മാഫിയാണെന്നാണ് വഖഫ് ബോർഡിന്റെ വാദം. ഈ വാദഗതികൾ തെറ്റാണെന്ന് മുനമ്പത്തെ തീരദേശ ജനത സ്ഥലം സന്ദർശിക്കാനെത്തുന്ന ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ തുറന്നുകാട്ടും. ഓരോ വീടും കയറിയിറങ്ങിയുള്ള സന്ദർശനമല്ല ജുഡീഷ്യൽ കമ്മീഷൻ നടത്തുക. എന്നാൽ പരമാവധി താമസക്കാരെ സംഘടിപ്പിച്ച് തങ്ങളുടെ ആശങ്കകൾ കമ്മീഷന് മുന്നിൽ നിർത്തുവാനായിരിക്കും സമരസമിതിയുടെ ശ്രമം. അതിനിടെ മുനമ്പം തീരദേശ ജനത നടത്തുന്ന റിലേ നിരാഹാര സമരം 77 ദിവസം പിന്നിടുകയാണ്. കഴിഞ്ഞ ദിവസം മുനമ്പത്ത് CPM നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗം സമരസമിതി ബഹിഷ്കരിച്ചിരുന്നു. 75 ദിവസം സമരം തുടർന്നിട്ടും CPM നേതാക്കൾ തിരിഞ്ഞു നോക്കിയില്ലെന്നും വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുവെന്നും ആരോപിച്ചായിരുന്നു ബഹിഷ്കരണം. ജനം, കൊച്ചി. പെരിയാർ കടുവ സങ്കേതത്തിൽ കേന്ദ്ര വന്യജീവി ബോർഡ് വിദഗ്ധ സംഘം പരിശോധന നടത്തി. വനമേഖലയിൽ ഉൾപ്പെട്ട ജനവാസ മേഖലകൾ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലും സംഘം പരിശോധന നടത്തും. 2 സങ്കേതങ്ങളിലുമായി ഉൾപ്പെട്ടിരിക്കുന്ന പ്രദേശത്ത് 3000-ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. പെരിയാർ കടുവ സങ്കേതത്തിൽ ഉൾപ്പെട്ട പമ്പ വാലി, ഏഞ്ചൽ വാലി മേഖലകളും തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ ഉൾപ്പെട്ട ജനവാസ മേഖലകളും വനമേഖലയിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വന്യജീവി ബോർഡ് ശുപാർശ നൽകിയിരുന്നു. ഇത് പരിശോധിക്കാനാണ് ദേശീയ വന്യജീവി ബോർഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം രമൺ സുകുമാരൻ, ദേശീയ വന്യജീവി വിഭാഗം ഇൻസ്പെക്ടർ ജനറൽ R. രഘുപ്രസാദ്, സംസ്ഥാന ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് G. കൃഷ്ണൻ, ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി AIG ഹരിണി വേണുഗോപാൽ എന്നിവരെ നിയോഗിച്ചത്. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലെ ജനവാസ മേഖലയായ 8.97 ചതുരശ്ര കിലോമീറ്റർ ഒഴിവാക്കി പകരം മൂന്നാർ വനം ഡിവിഷന്റെ പരിധിയിലുള്ള നേര്യമംഗലം റേഞ്ചിലെ 10.16 ചതുരശ്ര കിലോമീറ്റർ വനപ്രദേശം തട്ടേക്കാട് പക്ഷി സങ്കേതത്തോട് കൂട്ടിച്ചേർക്കുന്നതിനാണ് സംസ്ഥാന വന്യജീവി ബോർഡ് ശുപാർശ നൽകിയിരിക്കുന്നത്. പെരിയാർ കടുവ സങ്കേതത്തിൽ ഉൾപ്പെട്ട പമ്പവാലി മേഖലയിലെ 5 ചതുരശ്ര കിലോമീറ്ററാണ് ഒഴിവാക്കേണ്ടത്. ഈ ഭൂമി കണ്ടെത്തുന്നതിനായി സംഘം പമ്പ, ഗൂട്രിക്കൽ എന്നീ റേഞ്ചുകളിൽപ്പെട്ട സ്ഥലങ്ങളും സന്ദർശിച്ചു. 2 സങ്കേതങ്ങളിലുമായി ഉൾപ്പെട്ടിരിക്കുന്ന പ്രദേശത്ത് 3000-ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. പ്രദേശത്തെത്തിയ സംഘം ജനപ്രതിനിധികളുമായി ചർച്ച നടത്തി വിവരങ്ങൾ ശേഖരിച്ചു. പരിശോധനാ റിപ്പോർട്ട് അടുത്ത ദിവസം കേന്ദ്ര വന്യജീവി ബോർഡിന് കൈമാറും. പെരിയാർ കടുവ സങ്കേതത്തിൽ നിന്നും ഒഴിവാക്കുന്ന സ്ഥലത്തിന് പകരം ഭൂമി കൈമാറേണ്ടതായി വരും. ജനവാസ മേഖല വനഭൂമിയിൽ നിന്നും ഒഴിവാക്കിയാൽ വർഷങ്ങളായി ആളുകൾ നേരിടുന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാവുകയാണ്.
പെരിയാർ കടുവാ സങ്കേതം ഈസ്റ്റ് വെസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർമാരായ IS സുരേഷ് ബാബു, S സന്ദീപ് എന്നിവരും പരിശോധനകൾക്ക് നേതൃത്വം നൽകി. ജനം, ഇടുക്കി. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധത്തെ തള്ളാനോ കൊള്ളാനോ ആകാതെ കോൺഗ്രസ് സഖ്യത്തിൽ ഏർപ്പെട്ടതിനെ പറ്റി ചോദിക്കുമ്പോൾ CPM-നും അവരുമായി സഖ്യമുണ്ടായിരുന്നു എന്നാണ് VD സതീശൻ പറയുന്നത്. ഇതോടെ ഭീകരവാദ സംഘടനകളെ പ്രീണിപ്പിച്ചാണ് ഇടത് വലത് മുന്നണികൾ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന BJP-യുടെ ആരോപണങ്ങൾ സത്യമാവുകയാണ്. തീവ്രവാദ ശക്തികളുമായുള്ള ഇടതുവലത് മുന്നണികളുടെ തിരഞ്ഞെടുപ്പ് സഖ്യത്തെ ചൊല്ലി നേരത്തെയും വിവാദങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും CPM നേതാവ് A വിജയരാഘവൻ വയനാട് നടത്തിയ പ്രസംഗമാണ് ചർച്ചകൾ വീണ്ടും സജീവമാക്കിയത്. രാഹുലിന്റെയും പ്രിയങ്കയുടെയും വിജയത്തിന് പിന്നിൽ മുസ്ലിം വർഗീയതയുടെ മോശപ്പെട്ട ഘടകങ്ങൾ ഉണ്ടായിരുന്നു എന്നായിരുന്നു വിജയരാഘവന്റെ പ്രസംഗം. സംഭവം വിവാദമായപ്പോഴും വയനാട്ടിലെ ജയം ജമാഅത്തെ ഇസ്ലാമി SDPI കൂട്ടുകെട്ടിന്റെ പിന്തുണയിലാണെന്ന് വിജയരാഘവൻ ആവർത്തിച്ചു. അതിനെപ്പറ്റി കോൺഗ്രസ് നേതാവ് K മുരളീധരനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് ബന്ധം അദ്ദേഹം ശരിവെക്കുകയായിരുന്നു. 2016-ൽ വട്ടിയൂർക്കാവിൽ തനിക്കും 2019 മുതൽ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്കും പിന്തുണ കിട്ടുന്നുണ്ടെന്ന് മുരളീധരൻ തുറന്നു പറഞ്ഞതോടെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം പ്രതിസന്ധിയിലായി. ജമാഅത്തെ ഇസ്ലാമിയുമായി ഇടതുമുന്നണി ഉണ്ടാക്കിയ ബന്ധം ചൂണ്ടിക്കാട്ടി അതിനെ പ്രതിരോധിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിക്കെതിരായിട്ട് പിണറായി വിജയൻ വീരവാദം മുഴക്കിയപ്പോൾ സംസ്ഥാനത്തിന് പുറത്ത് ആകെ 1-2 പേർ അതൊക്കെ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഒരാളും വന്ന് നിഷേധിച്ചില്ലല്ലോ. 2019 വരെ ജമാഅത്ത് ഇസ്ലാമി ഒരു കൂടെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏകദേശം എല്ലാ തെരഞ്ഞെടുപ്പിലും ജമാഅത്ത് ഇസ്ലാമി LDF സ്ഥാനാർത്ഥിയുടെ കൂടെയായിരുന്നു. അപ്പം ഒക്കെ അവരൊക്കെയാണ് മതേതരവാദികൾ, ഇപ്പോൾ വർഗീയവാദികൾ. അങ്ങനെ CPM പറഞ്ഞതനുസരിച്ച് അഭിപ്രായം മാറ്റേണ്ട ആവശ്യം എന്താ? 1996-ലെ പൊതുതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ച ജമാഅത്തെ ഇസ്ലാമിയെ പ്രകീർത്തിച്ച് 1996 ഏപ്രിൽ 22-ന് ദേശാഭിമാനി മുഖപ്രസംഗം എഴുതിയത് ചരിത്രമാണ്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 18 മണ്ഡലങ്ങളിൽ LDF-നായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ പരസ്യ പിന്തുണ. 2011 തെരഞ്ഞെടുപ്പ് കാലത്ത് അന്ന് CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലെ അമീർ T ആരിഫ് അലിയുമായി കൂടിക്കാഴ്ച നടത്തി പിന്തുണ തേടിയിരുന്നു. നിലവിൽ ദേശീയാടിസ്ഥാനത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. BJP-യെ പരാജയപ്പെടുത്തുകയെന്ന നയത്തിന്റെ ഭാഗമായാണ് ആ ബന്ധം തുടരുന്നത്. K മുരളീധരൻ തന്നെ സഖ്യകാര്യങ്ങൾ വെളിപ്പെടുത്തിയതോടെ അത് തള്ളാനോ കൊള്ളാനോ ആകാത്ത നിലയിലായി കോൺഗ്രസ്. ഇതോടെയാണ് CPM-വുമായി ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് ചരിത്രം ഉയർത്തിക്കാട്ടി നേതാക്കൾ രംഗത്ത് വന്നത്. ഇത് BJP-യുടെ കാലങ്ങളായുള്ള ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ്. ജനം, കോഴിക്കോട്. സംസ്ഥാനത്ത് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് യാതൊരു വിലയും നൽകാതെ മോട്ടോർ വാഹന വകുപ്പ്. വടക്കഞ്ചേരി ബസ് അപകടത്തിന് ശേഷം റോഡ് സുരക്ഷാ നിയമങ്ങൾ ദീർഘദൂര ബസ്സുകൾക്ക് കർശനമാക്കിയിരുന്നു. എന്നാൽ കഴിഞ്ഞ 1 വർഷമായി കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് ടാക്സ് അടയ്ക്കാതെയാണ് സർവീസ് നടത്തുന്നത്. ജനം എക്സ്ക്ലൂസീവ്. കോൺട്രാക്ട് കാരേജ് ബസ്സുകൾക്ക് വെള്ള നിറവും അതിൽ നീലവരയുമാണ് സർക്കാർ നിർദ്ദേശിച്ചത്. എന്നാൽ ഓൾ ഇന്ത്യ പെർമിറ്റ് വണ്ടികൾക്ക് കളർ കോഡ് ബാധകമല്ല. ഓൾ ഇന്ത്യ പെർമിറ്റ് വണ്ടികളിൽ മിക്കവയും ടാക്സ് അടയ്ക്കാതെ കളർ കോഡ് ഇല്ലാതെയാണ് നിലവിൽ നൈറ്റ് സർവീസ് നടത്തുന്നത് എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന KL02 BL 3232 എന്ന വാഹനം കൊച്ചിയിൽ നിന്നും കണ്ണൂരിലേക്ക് സർവീസ് നടത്തുന്ന നൈറ്റ് സർവീസ് ബസിന്റേതാണ്. ഓൾ ഇന്ത്യ ട്രാൻസ്പോർട്ട് പെർമിറ്റുള്ള വാഹനം ടാക്സ് അടയ്ക്കാതെയാണ് സർവീസ് നടത്തുന്നത്. 1 വർഷമായി വാഹനത്തിന്റെ നികുതി കുടിശ്ശികയുണ്ടെന്ന് പരിവാഹൻ ആപ്പ് വഴി കണ്ടെത്താൻ കഴിഞ്ഞു. ഒക്ടോബറിലാണ് ഈ വാഹനം നികുതി അടച്ചിരിക്കുന്നത്. കളർ കോഡില്ലാതെ വാഹനം 8 ലക്ഷത്തോളം സർക്കാരിലേക്ക് നികുതി ഇനത്തിൽ മാത്രം നൽകാനുണ്ട്. ഇത് മാത്രമല്ല, കോൺട്രാക്ട് കാരേജ് പെർമിറ്റുള്ള വാഹനം അനധികൃതമായി സർവീസ് നടത്തുകയാണ്. കോൺട്രാക്ട് കാരേജ് നികുതി അടയ്ക്കുന്ന വാഹനം കളർ കോഡ് ആയിരിക്കണമെന്നാണ് നിയമം. വാഹനത്തിന് അപകടം പറ്റുകയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾ നഷ്ടപരിഹാരം നൽകില്ല. ചുരുക്കി പറഞ്ഞാൽ യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് പുല്ലുവിലയാണ് ഇത്തരം നിയമലംഘനത്തിലൂടെ നടക്കുന്നത്. റോഡ് സുരക്ഷയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നുണ്ടെന്ന് പറയുന്ന സംസ്ഥാന സർക്കാരും മോട്ടോർ വാഹന വകുപ്പും ഇത്തരം നിയമലംഘനങ്ങൾ കണ്ടില്ലെന്നടിക്കുകയാണ്. നിയമം ലംഘിച്ചും നികുതി അടയ്ക്കാതെയും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി ബസ്സുകളാണ് ഇത്തരത്തിൽ സർവീസ് നടത്തുന്നത്. ജനം, കോഴിക്കോട്. തൃശൂർ തിരുവല്ലുവാമലയിൽ ബസ്സിൽ നിന്ന് തെറിച്ചു വീണ വയോധികയ്ക്ക് ദാരുണാന്ത്യം. തിരുവല്ലുവാമല
തവക്കൽപ്പടി സ്വദേശി ഇന്ദിരാദേവിയാണ് മരിച്ചത്. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിന്റെ സമീപത്താണ് അപകടം നടന്നത്. രാജ്യത്ത് പുതുവത്സരാഘോഷങ്ങൾക്കിടെ ഭീകരാക്രമണത്തിന് സാധ്യത. IB റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തിയിലും ജമ്മുകാശ്മീരിലും സുരക്ഷ ശക്തമാക്കി. ജെയ്ഷെ മുഹമ്മദും പാക് ചാരസംഘടനയായ ISIയും ഭീകരാക്രമണത്തിന് ഗൂഢാലോചന നടത്തി. ഡൽഹി, മുംബൈ, ബംഗളൂരു ഉൾപ്പെടെ പ്രധാന നഗരങ്ങളിലും സുരക്ഷ വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. ജിഷ്ണു കൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ജിഷ്ണു, എന്താണ് IB റിപ്പോർട്ട്? വിശദാംശങ്ങൾ. പുതുവത്സരാഘോഷങ്ങൾക്കിടെ രാജ്യത്ത് ഭീകരാക്രമണം നടത്താൻ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടന, പാക് കേന്ദ്രീകൃത ഭീകര സംഘടനയായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദും ഒപ്പം പാകിസ്ഥാന്റെ ചാരസംഘടനയായിട്ടുള്ള ISIയും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന റിപ്പോർട്ടാണ് രഹസ്യാന്വേഷണ വിഭാഗം നൽകിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട ദേശീയ അന്വേഷണ ഏജൻസി ജമ്മു കശ്മീർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ദിവസം തുടർച്ചയായിട്ടുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്തിരുന്നു. കൂടാതെ ജമ്മു കാശ്മീരിലും പ്രത്യേകിച്ച് അതിർത്തി മേഖലകളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. യാതൊരു കാരണവശാലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. പാക് ചാരസംഘടനയായിട്ടുള്ള ISIയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഗൂഢാലോചന പ്രകാരം അതിർത്തി വഴി ഭീകരർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് സൈന്യത്തിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെ അതിർത്തി മേഖലകളിൽ ജമ്മു കാശ്മീരിൽ കൂടാതെ ഡൽഹി, ബംഗളൂരു, ഹൈദരാബാദ്, കൊൽക്കത്ത തുടങ്ങി രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും പുതുവത്സരാഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട പ്രത്യേക സുരക്ഷ, സാധാരണയുള്ളതിൽ കവിഞ്ഞ് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണകളിലും ഇത്തരത്തിലുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ അല്ലെങ്കിൽ IB റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും കൃത്യമായ പ്രതിരോധ നടപടികളിലൂടെ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ രാജ്യത്തെ സുരക്ഷാ ഏജൻസികൾക്ക് സാധിച്ചിരുന്നു. മുൻപ് നമുക്കറിയാം, പുതുവത്സരാഘോഷം, ദീപാവലി തുടങ്ങി ആഘോഷവേളകളിൽ രാജ്യത്തിനകത്ത് അനിഷ്ട സംഭവങ്ങൾ, ക്രമസമാധാന നില തകർക്കുന്ന സംഭവങ്ങൾ, സ്ഫോടനങ്ങൾ, ഭീകരാക്രമണങ്ങൾ നടക്കാൻ വലിയ ഗൂഢാലോചന ഭീകര സംഘടനകൾ നടത്തുകയും അത് ഒരു പരിധിവരെ വിജയിക്കുന്ന സാഹചര്യം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സുരക്ഷാ ക്രമീകരണങ്ങൾ അതീവ ശക്തമാണ്. അതിർത്തി മേഖലകളിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും രഹസ്യാന്വേഷണ വിഭാഗവും ഒപ്പം സൈന്യവും ഉൾപ്പെടുന്ന സുരക്ഷാ ഏജൻസികളും ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നു. പുതിയ റിപ്പോർട്ട് ഏതായാലും രഹസ്യാന്വേഷണ വിഭാഗം നൽകിയത് ജെയ്ഷെ മുഹമ്മദും പാകിസ്ഥാന്റെ ചാര സംഘടനയായിട്ടുള്ള ISIയും ചേർന്നുകൊണ്ട് രാജ്യത്തിനകത്ത്, ഭാരതത്തിനകത്ത് സ്ഫോടനം ഉൾപ്പെടെയുള്ള ഭീകരാക്രമണങ്ങൾ പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ട് നടത്താൻ ഗൂഢാലോചന നടത്തിയെന്നും അതിനായി അതിർത്തിയിലൂടെ നുഴഞ്ഞുകയറ്റം നടത്തിയിട്ടുണ്ട് എന്നുള്ളതുമാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ജമ്മു കാശ്മീരിലും ഒപ്പം പ്രധാനപ്പെട്ട നഗരങ്ങളിലും. ശരി ജിഷ്ണു. കൊല്ലം കടവൂരിൽ റോഡ് നിർമ്മാണത്തിൽ കരാറുകാർ വീഴ്ച വരുത്തുന്നതായി ജനങ്ങളുടെ പരാതി. കടവൂർ നീരാവിൽ ലക്ഷം വീട് നിവാസികളാണ് നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി പരാതി നൽകിയത്. ലക്ഷം വീട് ഭാഗത്തേക്കുള്ള റോഡ് പൊളിച്ചുമാറ്റി പുതുതായി നൽകിയ വഴിയിലൂടെ നിലവിൽ വാഹനങ്ങൾക്ക് സുഗമമായി പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. നിരവധി കുടുംബങ്ങളാണ് ലക്ഷം വീട്ടിൽ താമസിച്ചു വരുന്നത്. സ്കൂൾ ബസ്സുകളും മറ്റു വാഹനങ്ങളും നിരന്തരമായി പോയിക്കൊണ്ടിരുന്ന സ്ഥലം. ഈ അടുത്തായി ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കരാറു ജീവനക്കാർ ലക്ഷം വീട്ടിലേക്കുള്ള റോഡ് പൊളിച്ചു മാറ്റി. അതിനു കുറുകെ ഒരു ഡിവൈഡർ സ്ഥാപിച്ചു. ഇനി ഈ വഴിയിലൂടെ വേണം ലക്ഷം വീട്ടിലേക്ക് എത്താൻ. എന്നാൽ സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റു വലിയ വാഹനങ്ങൾക്ക് ഈ വഴിയിലൂടെ പോകാനാവില്ല. ചെറിയ വാഹനങ്ങൾ തന്നെ പോകുന്നത് ബുദ്ധിമുട്ടിയാണ്. നിർമ്മാണം പൂർത്തിയായി നിരന്തരം വാഹനങ്ങൾ വരുമ്പോൾ ഇങ്ങനെയുമായിരിക്കില്ല. നിലവിൽ സ്കൂൾ വാഹനത്തിലെത്തുന്ന കുട്ടികളെ റോഡിലിറക്കി പോകേണ്ട അവസ്ഥയാണുള്ളത്. നീരാവ് ഡിവിഷനിലെ ലക്ഷം വീട് ഭാഗത്തോട്ട് പോകുന്ന വഴികൾ, നീരാവ് ജംഗ്ഷനും ലക്ഷം വീടും ഭാഗത്തോട്ട് പോകുന്ന വഴികൾ ഇപ്പോൾ പുതുനിർമ്മാണം വന്നപ്പോഴത്തേക്കും അതെല്ലാം ബന്ദ് ചെയ്ത് പുതിയതായിട്ടുള്ള നിർമ്മാണം നടത്തി ലക്ഷം വീട് ഭാഗത്തോട്ട് പോകാനുള്ള വഴികൾ മൊത്തം തടസ്സപ്പെടുത്തി. സ്കൂൾ കുട്ടികൾക്കും സുഖമില്ലാത്തവർക്ക് ഒരു ആംബുലൻസ് പോകാനോ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കാനുമുള്ള ഒരു റോഡോ മാർഗങ്ങളോ ഒന്നുമില്ലാതെ ഇത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മൾ പല പ്രാവശ്യവും അധികാരികളോട് ആവശ്യപ്പെട്ടെങ്കിലും അവരത് നിസ്സാരപരമായിട്ടാണ് കാണുന്നത്. ജനങ്ങൾ വളരെയധികം ഇപ്പോൾ ബുദ്ധിമുട്ടുകയാണ്. പല കാര്യങ്ങൾക്കും ഒരു കൺസ്ട്രക്ഷൻ വർക്ക് പോലും അവിടെ നടത്താൻ പറ്റുന്നില്ല.
അത്യാവശ്യ ഘട്ടങ്ങളിൽ ആംബുലൻസിനോ ഫയർഫോഴ്സിനോ പോലും ഇതുവഴി ലക്ഷ്യം വീട്ടിലേക്ക് എത്താനാവില്ല. ഈ ഒരു റോഡിന്റെ ഈ അപാകത കാരണം ഞങ്ങൾ പെട്ടിരിക്കുക. കാര്യം അങ്ങോട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം സ്തംഭിച്ചിരിക്കുക. ആംബുലൻസോ സ്കൂൾ ബസ്സുകളോ സ്കൂളിൽ കൊണ്ടുവിടാൻ രക്ഷകർത്താക്കൾ കിടന്ന് പാടുപെടുന്നത് ഭയങ്കര. രാവിലെ ഒരു 8 മണി തൊട്ട് അവർ നെട്ടോട്ട് ഓടുക. കാര്യം ഒരു സ്കൂള് ഒരു വീട്ടിന്റെ വാതക്കൽ ഈ സൈഡിലോട്ട് പോകാനേ പറ്റുന്നില്ല. ഈ പോസ്റ്റ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് പണ്ട് നേരത്തെ ഈ നേരെ വന്ന് കയറാൻ ഇതുവഴിയായിരുന്നു സൗകര്യം. ആ റോഡ് തന്നെ നമുക്ക് വിട്ടു തന്നാൽ കയറിപ്പോകാനായിട്ട് എല്ലാവർക്കും സൗകര്യമാണ്. 100-150 വീട്ടുകാരോളം ഇവിടെ കിടപ്പുണ്ട്. സ്കൂൾ വണ്ടികളൊന്നും വരുന്നില്ല. കുടിവെള്ളം കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടിയാണ് ഇവിടെ ജനങ്ങൾ കഴിയുന്നത്. വലിയ ബുദ്ധിമുട്ടാണ് ഈ ഒരു പ്രശ്നം. വീടുപണി തുടങ്ങിയവർ നിർമ്മാണ സാമഗ്രികൾ സ്ഥലത്തെത്തിക്കാനാവാതെ വഴിമുട്ടി. പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ അശാസ്ത്രീയത നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. സമീപത്തെ അടിപ്പാതയ്ക്കായുള്ള പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനവും പാളിയിട്ടുണ്ട്. പഴയതിനോട് സമാനമായി നിർമ്മിക്കേണ്ട പുതിയ പാലം നിർമ്മാണം പൂർത്തിയായപ്പോൾ 2 അടിയോളം താഴ്ന്നിരിക്കുന്നു. പാലത്തിൻ്റെയും ഇപ്പോൾ അണ്ടർപാസ് ചെയ്തിരിക്കുന്നത് 1 വർഷത്തിന് മേലെയായി. അവർ ചെയ്ത് 1 മാസം കഴിഞ്ഞപ്പോഴേ അത് താഴെ എത്തിയിരിക്കുക. അത് പലരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ആരും അതിൻ്റെ നടപടികൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. പുനർനിർമ്മാണം എങ്ങനെയാണ് അവർ ചെയ്യാൻ പോകുന്നത് പോലും പറഞ്ഞിട്ടില്ല. കാരണം ഒരു വാഹനം പോലും ഇനി അതിൻ്റെ മേലെ കൂടെ കടന്നു പോകാൻ പറ്റത്തില്ല. ഒരു ലോഡും വണ്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാം കൂടെ താഴെ വീഴും. അത്രയ്ക്കും മോശമായ പണികളാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. സർവീസ് റോഡിനും വീതി കുറവാണ്. 3.5 മീറ്റർ സർവീസ് റോഡും 1.5 മീറ്റർ ഓടയും നിർമ്മിക്കുന്നയിടത്ത് ആകെ 2.5 മീറ്റർ ആണുള്ളത്. ഓടയുടെ നിർമ്മാണവും അശാസ്ത്രീയമാണെന്ന് നാട്ടുകാർ പറയുന്നു. അപാകതകൾ ചൂണ്ടിക്കാട്ടി ദേശീയപാത അധികൃതർക്കും ജില്ലാ കളക്ടർക്കും ജനങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. ജനം, കൊല്ലം. കോഴിക്കോട് ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങി നടന്ന പോക്സോ കേസ് പ്രതി പിടിയിൽ. പാഴൂർ സ്വദേശി അസ്കറാണ് പിടിയിലായത്. 2023 മാവൂർ പോലീസ് സ്റ്റേഷനിൽ പ്രതിക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. കേസിൽ അറസ്റ്റിലായ പ്രതി ജാമ്യത്തിലിറങ്ങിയ ശേഷം കോടതിയിൽ ഹാജരാവാതെ മുങ്ങി നടക്കുകയായിരുന്നു. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മണാശ്ശേരി KMCT ആശുപത്രി പരിസരത്ത് നിന്ന് പ്രതിയെ പിടികൂടുന്നത്. ഇയാൾക്കെതിരെ മാവൂർ സ്റ്റേഷനിൽ മറ്റൊരു പോക്സോ കേസും നിലവിലുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അടിയന്തര പരോൾ ലഭിക്കാൻ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ഉത്ര കൊലക്കേസ് പ്രതി സൂരജ്. അച്ഛന് ഗുരുതര അസുഖമുണ്ടെന്ന് കാണിച്ചായിരുന്നു പരോൾ നേടാൻ ശ്രമം നടത്തിയത്. പൂജപ്പുര ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. ഉത്ര കൊലക്കേസ് പ്രതിയായ സൂരജ് 2021 ഒക്ടോബർ മുതൽ ജീവപര്യന്തം കഠിന തടവ് അനുഭവിച്ചു വരികയാണ്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്ന സൂരജ് പരോളിന് അപേക്ഷ നൽകിയെങ്കിലും തള്ളിയിരുന്നു. ഇതിനിടെയാണ് അച്ഛന് ഗുരുതരമായ രോഗമാണെന്നും പരോൾ വേണമെന്നും ആവശ്യപ്പെട്ട് ജയിൽ സൂപ്രണ്ടിന് അപേക്ഷ നൽകുന്നത്. മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ സൂരജിന്റെ അച്ഛന് ഗുരുതര രോഗമാണെന്നായിരുന്നു രേഖപ്പെടുത്തിയത്. എന്നാൽ സംശയം തോന്നിയ ജയിൽ അധികൃതർ സർട്ടിഫിക്കറ്റ് നൽകിയ ഡോക്ടറോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. സൂപ്രണ്ടിന് ലഭിച്ച സർട്ടിഫിക്കറ്റും അയച്ചു നൽകി. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയെങ്കിലും അതിൽ ഗുരുതര അസുഖമെന്ന് രേഖപ്പെടുത്തിയിട്ടില്ലെന്നായിരുന്നു ഡോക്ടറുടെ മറുപടി. തുടർന്ന് വ്യാജരേഖയാണെന്ന് വ്യക്തമായതോടെ സൂരജിനെതിരെ ജയിലധികൃതർ പൂജപ്പുര പോലീസിൽ പരാതി നൽകി. സർട്ടിഫിക്കറ്റ് ലഭിച്ച ശേഷം അതിൽ ഗുരുതര രോഗമെന്ന് എഴുതി ചേർത്തുവെന്നാണ് കണ്ടെത്തൽ. സൂരജിന്റെ അമ്മയായിരുന്നു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത്. അതിനാൽ തന്നെ സൂരജിനൊപ്പം അമ്മയെയും പോലീസ് ചോദ്യം ചെയ്യും. ഒപ്പം സൂരജിനെ സഹായിച്ചവരെയും കണ്ടെത്തും. പരോൾ സംഘടിപ്പിക്കാൻ വ്യാജരേഖകൾ ഉണ്ടാക്കുന്ന സംഘം സംസ്ഥാനത്ത് സജീവമാണ്. ഇവരാണ് വ്യാജരേഖ നിർമ്മിതിക്ക് പിന്നിൽ നിന്നാണ് പോലീസ് സംശയിക്കുന്നത്. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരം വർക്കല ലഹരി മാഫിയകൾ ഗൃഹനാഥനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 4 പ്രതികൾ പിടിയിൽ. വെട്ടൂർ സ്വദേശികളായ ഹായിസ്, നൂഹു, സെയ്താലി, ജസിം എന്നിവരാണ് പിടിയിലായത്. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് വർക്കല ഡിവൈഎസ്പി ഗോപകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. അല്പസമയത്തിനകം തന്നെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. 5ാം പ്രതിയായ വെട്ടൂർ സ്വദേശി ആഷിറിനെ സംഭവ ദിവസം തന്നെ പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു. 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്നും മടങ്ങി. കേരളത്തിലെ ജനങ്ങളെ മലയാളത്തിൽ ആശംസകൾ അറിയിച്ചാണ് ഗവർണറുടെ മടക്കം. ഓരോ വ്യക്തികൾക്കും ഓരോ ചുമതലകളുണ്ട്. ആ ചുമതലകൾ അവരവർ തന്നെ നിർവഹിക്കണം. സനാതന ധർമ്മത്തെ ഗവർണർ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. Prakirti yanti bhutani. Each one does according to the disposition on which one is created. This is a Sanatan law.
പ്രകൃതിയും യാന്തി ഭൂതാനി ഭഗവത്ഗീതയിലെ ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ടാണ് ഗവർണർ സംസാരിച്ചത്. ഓരോ വ്യക്തികൾക്കും ഓരോ ചുമതലയുണ്ട്, അത് അവരവർ തന്നെ നിർവഹിക്കണം. അതാണ് സനാതനധർമ്മം. ഇതായിരുന്നു ഗവർണറുടെ ഓർമ്മപ്പെടുത്തൽ. മുൻ ഗവർണർ പി സദാശിവവുമായി താരതമ്യപ്പെടുത്തിയപ്പോൾ ഗവർണർ നൽകിയ മറുപടിയായിരുന്നു. Never try to compare two individuals. Everybody will have his own style of functioning. In his own way, we all try to serve, do our duty. സർവകലാശാലകളുടെ ചാൻസലർ പദവിയിലെ ചുമതലകളാണ് ഗവർണർ എന്ന നിലയിൽ നിർവഹിച്ചത്. ഈ വിഷയത്തിൽ മാത്രമായിരുന്നു സർക്കാരുമായി തർക്കമുണ്ടായിരുന്നത്. I exercised the authority which has been vested in the governor as chancellor by the state assembly. On any other issue there has been no dispute. എല്ലാ മലയാളികൾക്കും മലയാളത്തിൽ ഗവർണർ ആശംസകൾ അറിയിക്കാനും മറന്നില്ല. ഗവർണറുടെ കാലാവധി തീർന്നു, പക്ഷേ ബന്ധം തുടരും. കേരളവുമായി ഇനി ആജീവനാന്ത ബന്ധം ആയിരിക്കും. കേരള ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരം ആയ ഓർമ്മകളും കൊണ്ട് ആനെ പോകുന്നത്. നിങ്ങളെ എല്ലാം ഞാൻ എന്നും ഓർക്കും. കേരളത്തിലെ എല്ലാവർക്കും നല്ലത് വരട്ടെ. സർക്കാരിന് അപ്രിയനായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെങ്കിലും ജനങ്ങൾ അദ്ദേഹത്തെ നെഞ്ചിലേറ്റിയിരുന്നു. ജനം, തിരുവനന്തപുരം. ഡിഎംഒമാരുടെ സ്ഥലം മാറ്റം സംബന്ധിച്ച ഉത്തരവ് സർക്കാർ താൽക്കാലികമായി മരവിപ്പിക്കും. എല്ലാ ഉദ്യോഗസ്ഥരുടെയും ഭാഗം കേട്ടതിന് ശേഷമായിരിക്കും ആരോഗ്യവകുപ്പ് തീരുമാനമെടുക്കുക. കോടതി ഇടപെടലിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ ഉത്തരവ് സ്റ്റേ ചെയ്യാനുള്ള ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. ഡിഎംഒമാരുടെ സ്ഥലമാറ്റം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച സാഹചര്യത്തിലാണ് സ്ഥലമാറ്റം സംബന്ധിച്ച സർക്കാർ ഉത്തരവ് താൽക്കാലികമായി മരവിപ്പിക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനമെടുത്തത്. എല്ലാ ഉദ്യോഗസ്ഥരുടെയും ഭാഗം കേട്ടതിനു ശേഷമായിരിക്കും തുടർ നീക്കങ്ങൾ കൈക്കൊള്ളുക. സ്ഥലം മാറ്റ ഉത്തരവിന് മുൻപ് എങ്ങനെയായിരുന്നു ആ സ്ഥിതി തുടരണമെന്ന് ആരോഗ്യവകുപ്പ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകും. 1 മാസത്തിനകം സ്ഥലം മാറ്റം സംബന്ധിച്ച കാര്യത്തിൽ ആരോഗ്യവകുപ്പ് പുതിയ തീരുമാനമെടുക്കും. എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കൊല്ലം ജില്ലകളിലെ ഡിഎംഒമാർക്കും ആരോഗ്യവകുപ്പിലെ 3 ഉദ്യോഗസ്ഥർക്കുമായിരുന്നു സ്ഥലം മാറ്റം ഉണ്ടായിരുന്നത്. ഇതാണ് ആരോഗ്യവകുപ്പ് സ്റ്റേ ചെയ്യുക. കോടതി ഇടപെടലിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ ഉത്തരവ് സ്റ്റേ ചെയ്യാനുള്ള ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. മാത്രമല്ല, കോഴിക്കോട് ഡിഎംഒ ഓഫീസിലെ കസേരകളി വകുപ്പിനെ ആകെ നാണക്കേടിലാക്കിയിരുന്നു. കഴിഞ്ഞ 9-ന് ആരോഗ്യവകുപ്പ് ഇറക്കിയ സ്ഥലം മാറ്റ ഉത്തരവിനെ തുടർന്നായിരുന്നു പ്രശ്നങ്ങൾ ഉടലെടുത്തത്. ജനം, തിരുവനന്തപുരം. എറണാകുളം തൃക്കാക്കരയിൽ NCC ക്യാമ്പിൽ അതിക്രമിച്ചു കയറി സൈനികനെ മർദ്ദിച്ചവരെ തിരിച്ചറിഞ്ഞെന്ന പോലീസ്. ക്യാമ്പിൽ എത്തിയ ആളുകളുടെ കൂടുതൽ ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ആക്രമണം നടത്തിയവരെ ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്നും തൃക്കാക്കര ACP അറിയിച്ചു. തൃക്കാക്കര KMM കോളേജിൽ നടന്നുവന്ന NCC ക്യാമ്പിൽ അതിക്രമിച്ചു കയറിയ ആളുകളിൽ ചിലരെ തിരിച്ചറിഞ്ഞതായാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ക്യാമ്പ് കമാൻഡന്റ് ലഫ്റ്റനന്റ് കേണൽ കർണയിൽ സിംഗിനെ മർദ്ദിച്ച ആളുകളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവർക്കെതിരെ ഉടൻ നടപടിയെടുക്കുമെന്ന് തൃക്കാക്കര ACP അറിയിച്ചു. ക്യാമ്പിൽ പ്രശ്നമുണ്ടാകുമ്പോൾ വിദ്യാർത്ഥികളിൽ ചിലരുടെ രക്ഷിതാക്കളും സ്ഥലത്തുണ്ടായിരുന്നു. ഇവരെ തിരിച്ചറിയാൻ ക്യാമ്പിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഈ മാസം 23-നായിരുന്നു NCC ക്യാമ്പിൽ CPM പ്രവർത്തകർ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയത്. ക്യാമ്പിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായെന്ന പരാതിയിൽ ചില വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് കാര്യങ്ങൾ അന്വേഷിക്കാനെന്ന വ്യാജേന ഇവിടെയെത്തിയ CPM നേതാക്കൾ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. പെൺകുട്ടികളുടെ മുറിയിൽ കടന്ന് പരിശോധന നടത്തിയ DYFI ജില്ലാ കമ്മിറ്റി അംഗം ഭാഗ്യലക്ഷ്മിക്കെതിരെ നേരത്തെ പോലീസ് കേസെടുത്തിരുന്നു. സൈനികനെ മർദ്ദിച്ച സംഭവത്തിൽ പരാതി നൽകിയെങ്കിലും പ്രതികൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. പോലീസ് അലംഭാവത്തിനെതിരെ പ്രതിഷേധമുയർന്നതോടെയാണ് അക്രമം നടത്തിയവർക്കെതിരെ നടപടിയെടുക്കുമെന്ന വിശദീകരണം. കിരൺകുമാർ, ജനം, കൊച്ചി. പത്തനംതിട്ട കോന്നി കൊല്ലംപടിയിൽ കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. മധ്യപ്രദേശ് സ്വദേശിയാണ് പോലീസ് പിടിയിലായത്. ഇയാളിൽ നിന്നും 5 കിലോ കഞ്ചാവ് പിടികൂടി. CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ മുതിർന്ന നേതാക്കൾക്കെതിരെ പ്രതിനിധികളുടെ രൂക്ഷ വിമർശനം. G സുധാകരൻ, EP ജയരാജൻ എന്നിവർക്കെതിരെയാണ് വിമർശനമുയർന്നത്. ചർച്ചയിൽ പോലീസിനെതിരെയും രൂക്ഷ വിമർശനമുണ്ടായി. പെറ്റിയടിക്കാൻ മാത്രമായി കേരള പോലീസ് മാറി എന്നതാണ് ആക്ഷേപം. വിശ്രമ ജീവിതകാലത്ത് ശ്രദ്ധ കിട്ടാൻ G സുധാകരൻ വായിൽ തോന്നിയത് വിളിച്ചു പറയുകയാണെന്ന് മുതിർന്ന നേതാവിനെതിരെ പ്രതിനിധികളുടെ ആക്ഷേപം. സുധാകരനെ പാർട്ടി നിയന്ത്രിക്കണമെന്നും ആവശ്യം. ദല്ലാൽ നന്ദകുമാറുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ് EP ജയരാജനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത്. EP പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച പ്രശ്നമില്ല.
പക്ഷെ ദല്ലാൽ നന്ദകുമാറുമായി EP ജയരാജന് എന്ത് ബന്ധമാണ് ഉള്ളതെന്ന് രൂക്ഷമായ ഭാഷയിൽ പ്രതിനിധികൾ ചോദിച്ചു. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പാർട്ടി പത്തനംതിട്ട, കണ്ണൂർ ജില്ലാ കമ്മിറ്റികളെ ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നും സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനമുയർന്നു. പാർട്ടിയിലെ അനാവശ്യ പിരിവുകൾക്കെതിരെയും വിമർശനമുണ്ടായി. ഇത് ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നു. ഏകപക്ഷീയമായി പാർട്ടിയിലേക്ക് ആളെ കൂട്ടുന്ന ജില്ലാ കമ്മിറ്റിയുടെ നിലപാട് ശരിയല്ല എന്നും വിമർശനമുണ്ട്. പ്രതിനിധി സമ്മേളനത്തിൽ വിമർശന സ്വരങ്ങൾ പോലീസിന് നേരെയും ഉയർന്നു. പോലീസിന് ആകെ ജോലി പെറ്റിയടിക്കലും ഫോട്ടോ എടുപ്പും മാത്രമെന്നാണ് വിമർശനം. പാർട്ടി സെക്രട്ടറിമാർക്ക് പോലീസ് സ്റ്റേഷനുകളിൽ വേണ്ട പരിഗണന കിട്ടുന്നില്ല. സെക്രട്ടറിമാർ സ്റ്റേഷനുകളിൽ നിന്നും ജീവനോടെ ഇറങ്ങി വരുന്നത് ഭാഗ്യമെന്നും വിമർശനമുണ്ട്. പ്രതിനിധി സമ്മേളനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പൊതുസമ്മേളനം നാളെ കോന്നിയിൽ നടക്കും. ജനം, പത്തനംതിട്ട. പെരിയ ഇരട്ട കൊലപാതക കേസ് പ്രതികളെ തള്ളി CPM. കൊലപാതകവുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്ന് AK ബാലൻ. നിയമപരമായ നടപടിയാണ് ഉണ്ടായത്. തമ്മിൽ കൊല്ലുന്ന കോൺഗ്രസ് ആണ് കൊലയാളി പാർട്ടിയെന്നും AK ബാലൻ പറഞ്ഞു. അതേസമയം വിധിക്ക് ശേഷം മറുപടി പറയാമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല. പാർട്ടിയുടെ ഒരു പിന്തുണയോടുകൂടി നടന്ന കൊലപാതകവുമല്ല. ഇതിൽ പ്രതികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് ശക്തമായിട്ടുള്ള നിലപാടാണ് പോലീസ് ആരംഭം മുതൽ എടുത്തിട്ടുള്ളത്. വരട്ടെ, എല്ലാം കൂടി വരട്ടെ. നീ പറയാം 3-ാം തീയതിക്ക് ശേഷം പറയാം. 3-ാം തീയതിക്ക് ശേഷം പറയാം കേട്ടോ. ഇനി വരട്ടെ. മുനമ്പം വിഷയത്തിൽ ഒത്തുതീർപ്പിന് മുസ്ലിം ലീഗ് ശ്രമം. തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുമായി ബിഷപ്പ് ഹൗസിലെത്തി ചർച്ച നടത്തി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മുനമ്പം ഭൂമി വിഷയത്തിൽ സമുദായങ്ങൾ തമ്മിൽ ഇടർച്ച പാടില്ലെന്ന് പാണക്കാട് തങ്ങൾ പറഞ്ഞു. മുനമ്പം വിഷയം പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്നതിനിടെയാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയെ നേരിൽ കണ്ടത്. വഖഫിന്റെ പേരിൽ മുനമ്പത്ത് ജനങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ വിമർശനമുന്നയിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. ബിഷപ്പിനെ പാണക്കാട് തങ്ങൾ തന്നെ നേരിട്ടെത്തി കണ്ടതിന് പിന്നിൽ മുനമ്പം വിഷയത്തിലെ ഒത്തുതീർപ്പ് തന്നെയാണ് എന്നാണ് സൂചന. 1 മണിക്കൂറിലേറെ നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പാണക്കാട് തങ്ങൾ നടത്തിയ പ്രതികരണവും അത് ശരിവെക്കുന്നതാണ്. മുനമ്പം ഇഷ്യൂവിൽ ഇപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങൾ അറിയാമല്ലോ, വഖഫ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതിൻ്റെ പേരിൽ അവിടെ സമുദായങ്ങൾ തമ്മിൽ ഒരു ഇടർച്ച ഉണ്ടാവാൻ പാടില്ല. എന്നാൽ സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്നായിരുന്നു തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുടെ പ്രതികരണം. തങ്ങള് ഒരു സൗഹൃദ സന്ദർശനത്തിന്റെ ഭാഗമായി തലശ്ശേരി ബിഷപ്സ് ഹൗസിൽ വന്നത് പരസ്പരം മനസ്സിലാക്കാനും ഒരുമിച്ച് നീങ്ങാവുന്ന എല്ലാ മേഖലകളിലും ഒരുമിച്ച് നിൽക്കാനുമുള്ള ഒരു ചിന്തകളാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുനമ്പം വിഷയം ശാശ്വതമായി പരിഹരിച്ചില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്നതിനാൽ ബിഷപ്പുമായി പാണക്കാട് തങ്ങൾ നടത്തിയ കൂടിക്കാഴ്ച നിർണായകമാണ്. ജനം, കണ്ണൂർ. ഫോർട്ട് കൊച്ചിയിൽ ജനുവരി 2-ന് ന്യൂ ഇയർ റാലി നടത്തുമെന്ന് കളക്ടർ NSK ഉമേഷ്. കാർണിവൽ ആഘോഷങ്ങളുടെ ഭാഗമായി നിശ്ചയിച്ചിരുന്ന കലാപരിപാടികൾ ജനുവരി 3-നും 4-നുമായി നടത്തും. പാപ്പാഞ്ഞിയെ ഫോർട്ട് കൊച്ചി ബീച്ചിൽ സ്ഥാപിക്കാനും തീരുമാനമായി. ദേശീയ ദുഃഖാചരണത്തിന്റെ ഭാഗമായി ജനുവരി 1-ന് നടക്കേണ്ടിയിരുന്ന കാർണിവൽ പരിപാടികൾ നേരത്തെ റദ്ദാക്കിയിരുന്നു. ദേശീയ ദുഃഖാചരണത്തെ തുടർന്ന് മാറ്റിവെച്ച കാർണിവൽ പരിപാടികൾ അടുത്ത ദിവസങ്ങളിൽ നടത്താനാണ് തീരുമാനം. കാർണിവൽ കമ്മിറ്റിയും ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമുണ്ടായത്. ജനുവരി 1 വരെ ദുഃഖാചരണം തുടരുന്നതിനാൽ അന്നേ ദിവസം നടക്കേണ്ടിയിരുന്ന കാർണിവൽ റാലി 2-ാം തീയതി നടത്തും. മാറ്റിവെച്ച കലാപരിപാടികൾ ജനുവരി 3-നും 4-നും നടത്തും. 31-ന് രാത്രി കത്തിക്കാനായി തയ്യാറാക്കിയ പപ്പാഞ്ഞിയെ ഫോർട്ട് കൊച്ചി ബീച്ചിൽ സ്ഥാപിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. അതേസമയം ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് ഗാലാഡി ഫോർട്ട് കൊച്ചി ഒരുക്കിയ പപ്പാഞ്ഞിയെ 31-ന് രാത്രി കത്തിക്കും. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പപ്പാഞ്ഞിയെ കത്തിക്കുന്ന സ്ഥലത്ത് 70 അടി അകലത്തിൽ സുരക്ഷാ വേലി തീർക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുകയാണ് സംഘാടകർ. ജനം, കൊച്ചി. MTയുടെ ചിതാഭസ്മം നിളയിൽ അലിഞ്ഞു. MT വാസുദേവൻ നായരുടെ മരണാനന്തര ചടങ്ങുകൾ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രക്കടവിൽ നടന്നു. മകൾ അശ്വതി ഉൾപ്പെടെ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ഇന്ന് പുലർച്ചെയായിരുന്നു MTയുടെ മകൾ അശ്വതി അടക്കമുള്ള അടുത്ത ബന്ധുക്കൾ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിലെത്തിയത്. പിന്നീട് ബലിതർപ്പണത്തിന് ശേഷം നിളയുടെ കഥാകാരൻ നിളയിൽ അലിഞ്ഞു ചേർന്നു.
ഭാരതപ്പുഴ മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരന്റെ ചിതാഭസ്മം ഏറ്റുവാങ്ങി. എഴുത്തിലും വാക്കിലും എപ്പോഴും നിളയെക്കുറിച്ച് വാചാലനാകാറുള്ള MT ഒടുവിൽ നിളയുടെ മടിത്തട്ടിലേക്ക്. ഇക്കഴിഞ്ഞ 25-ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പിന്നീട് വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം മാവൂർ റോഡ് ശ്മശാനത്തിലായിരുന്നു ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം. MTയുടെ ആഗ്രഹപ്രകാരം വിലാപയാത്ര ഇല്ലാതെയായിരുന്നു സംസ്കാരം. പൊതുദർശനവും വീട്ടിൽ മാത്രമാണുണ്ടായിരുന്നത്. ജനം, മലപ്പുറം. തൃശൂർ വടക്കാഞ്ചേരിയിൽ മൈജി ഫ്യൂച്ചർ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. സിനിമാ താരം ഹണി റോസ് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കാഞ്ചേരി ഫ്യൂച്ചർ ഷോറൂമിൽ മികച്ച ഓഫറുകളും വൻ വിലക്കുറവുമാണ് ഉപഭോക്താക്കൾക്കായി മൈജി ഒരുക്കിയിരിക്കുന്നത്. വടക്കാഞ്ചേരി ഓവർബ്രിഡ്ജിന് സമീപം ലിബർട്ടി മാളിലാണ് പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനൊപ്പം ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസ്, സ്മോൾ അപ്ലയൻസസ്, ഗ്ലാസ് ആൻഡ് ക്രോക്കറി ഐറ്റംസ് എന്നിവ ലഭ്യമാകുന്ന വിശാലമായ ഷോറൂമാണിത്. എല്ലാത്തരം ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ത് നിങ്ങൾക്ക് വീട്ടിലേക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിലും ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം. നമ്മളിവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും 50%, 45% എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഹ്യൂജ് ഡിസ്കൗണ്ട്സും ഓഫേഴ്സും ഒക്കെയാണ് ഇനി വരുന്ന നാളുകളും പ്രത്യേകിച്ച് ക്രിസ്മസ് ന്യൂ ഇയർ സീസണിലേക്കൊക്കെ മൈജി പ്രൊവൈഡ് ചെയ്യുന്നത്. അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. മികച്ച ലോകോത്തര ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ് എന്നിവ മൈജിയിൽ ലഭ്യമാണ്. ഫീച്ചർ ഫോണുകൾ മുതൽ എല്ലാ സ്മാർട്ട് ഫോണുകളും മൈജി സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. വിവിധ ബ്രാൻഡുകളുടെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷനാണ് നമ്മുടെ സ്റ്റോറുകൾ നമ്മൾ ലഭ്യമാക്കുന്നത്. വീട്ടിലേക്ക് വേണ്ട എല്ലാവിധ പ്രൊഡക്റ്റുകളും നമുക്കിവിടെ ലഭ്യമാണ്. അതും ഇന്നത്തെ ഇനോഗ്രേഷനോടനുബന്ധിച്ച് വമ്പൻ വിലക്കുറവിലും മറ്റാരേക്കാൾ നൽകാത്ത ഏറ്റവും നല്ല ഓഫേഴ്സുകൾ തന്നെയാണ് നമ്മൾ കൊടുത്തു വരുന്നത്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ആഘോഷവേളകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു ഭയങ്കരമായ ഒരു ആഘോഷം തന്നെയാണ് മൈജിയിലും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതും പോയിക്കൊണ്ടിരിക്കുന്നതും. എല്ലാ ദിവസവും ഓരോ ലക്ഷാധിപതികളെയും അതേപോലെ തന്നെ ഓരോ വീക്ക് കൂടുന്ന സമയത്ത് ഓരോ ഗ്രാം ഗോൾഡ് കോയിൻ, അതേപോലെ തന്നെ റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, TV, AC ഇത്തരം പ്രൊഡക്റ്റുകളെല്ലാം ലക്കി ഡ്രോയിലൂടെ നമ്മുടെ ജനങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. 120-ലധികം ഷോറൂമുകളാണ് നിലവിൽ മൈജിക്കുള്ളത്. ജനം, തൃശൂർ. കോട്ടയം നഗരത്തിൽ സ്വകാര്യ ബസ്സുകളുടെ അഴിഞ്ഞാട്ടം. ബസ്സുകൾ തമ്മിൽ മത്സരയോട്ടവും തെരുവ് യുദ്ധവും പതിവാകുന്നു. കൂടാതെ KSRTC ബസിന്റെ അപകടകരമായ യാത്രയിൽ തലനാരിഴയ്ക്ക് യാത്രക്കാരെ രക്ഷപ്പെടുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും പുറത്ത്. ഈ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ ഒന്ന് കാണുക. പൊതുനിരത്തിൽ സ്വകാര്യ ബസ്സുകൾ നടത്തുന്ന തെരുവ് യുദ്ധം. നൂറുകണക്കിന് യാത്രക്കാരുടെ ജീവന് പുല്ലുവില നൽകിക്കൊണ്ടാണ് സ്വകാര്യ ബസ്സുകൾ മത്സരയോട്ടം നടത്തുന്നത്. നിറയെ യാത്രക്കാരുമായി പോയ ബസ്സിൽ മറ്റൊരു ബസ് ബോധപൂർവം ഇടിപ്പിക്കുന്നു. കോട്ടയം പൊങ്ങന്താനം റൂട്ടിൽ സർവീസ് നടത്തുന്ന വിജയലക്ഷ്മി എന്ന ബസ്സാണ് തണ്ടപ്ര എന്ന ബസ്സിൽ ഇടിപ്പിച്ചത്. പിന്നാലെ വിജയലക്ഷ്മി ബസിന്റെ ഡ്രൈവർ തണ്ടപ്ര ബസിന്റെ ഡോറിന്റെ ചില്ല് അടിച്ചു തകർക്കുകയും ചെയ്തു. സംഭവത്തിൽ ചിങ്ങവനം പോലീസ് കേസെടുത്തു. ഇതാ മറ്റൊരു ദൃശ്യം. റോഡിൽ നിർത്തി ആളെ ഇറക്കുന്ന സ്വകാര്യ ബസ്സിനെ ഇടതുഭാഗത്തുകൂടെ മറികടന്ന് പാഞ്ഞു പോകുന്നു KSRTC ബസ്. 2 ബസ്സുകൾക്കിടയിൽപ്പെട്ട യുവതി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കോട്ടയം കൊടുങ്ങൂർ 18-ാം മൈലിലാണ് ഈ മരണയോട്ടം. കോട്ടയത്തു നിന്നും കുമളിയിലേക്ക് പോകുകയായിരുന്നു KSRTC ബസ്. നിരത്തിൽ ജീവൻ പന്താടുന്നവർക്കെതിരെ പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും ഭാഗത്തു നിന്ന് ശക്തമായ നടപടിയുണ്ടാകണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ജനം, കോട്ടയം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ജനം വാർത്തകൾ തുടരും. നമസ്തേ.